നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു 2 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ചില വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഈ 2 മാസം വിട്ടു നിൽക്കേണ്ടി വന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് പുതിയ തലത്തിൽ പുതിയ രീതികളിലായിരിക്കും നമ്മൾ വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുതിയ പല മേഖലകൾ, ഇപ്പോഴത്തെ കറണ്ട് ഇഷ്യൂസും എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് വരുന്ന ആളുകളിൽ ഒരു 2 മാസ സമയത്തിനുള്ളിൽ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിരം പാറ്റേണും കാണും, അല്ലാതെ മറ്റൊരു പാറ്റേണും കൊണ്ടുവരാനാണ് നമ്മൾ ഇനി മുതൽ ശ്രമിക്കുന്നത്. 2 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എല്ലാവരും ഈ ചാനൽ സ്ഥിരമായി കാണുന്നവരെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇനി മുതൽ നമ്മൾ മാക്സിമം വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മളുമായിട്ടുള്ള വിശേഷം. ഇനി നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ വളരെയധികം സഹായവും വേണം. അതായത് ഇപ്പോഴത്തെ യൂട്യൂബ് അൽഗോരിതം എല്ലാം മാറിയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ക്ലിക്ക് ബൈറ്റ് അതേപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈം ഡ്യൂറേഷൻ, ഇതൊക്കെ വെച്ചിട്ടായിരുന്നു വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് എത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി ലൈക്കും കമൻറ്റൊക്കെ ആയിട്ട് മാറി. അപ്പോൾ നിങ്ങൾ കൂടുതലും പേരും കാണുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായിരുന്നു അത്, വിമർശനമായിരുന്നാലും അല്ലെങ്കിൽ അനുകൂലിക്കുന്ന മെസ്സേജസ് ആയിരുന്നു, എന്തായിരുന്നാലും നിങ്ങൾക്കിടാം. മാന്യമായിട്ടുള്ള രീതിയിൽ എന്തും ഇടാം. അത് വിമർശനമായിരുന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം ഭൂഗർഭ റെയിൽവേ പാതയെ പറ്റിയിട്ടാണ്. നമ്മുടെ വിഴിഞ്ഞം റെയിൽവേ ഭൂഗർഭ പാത നമ്മുടെ കുറേ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിലെ പ്രമുഖ പ്രൊജക്റ്റായ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ പാത. ഏകദേശം 9.7 കിലോമീറ്ററോളം നീളുന്ന ഒരു പാതയാണിത്. ഇത് പണി കഴിയുമ്പോഴത്തേക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ റെയിൽവേ തുരങ്കപാതയായിട്ട് മാറുമെന്നുമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്നത് അത്ര നല്ല വാർത്തകളല്ല. ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ പഠനങ്ങളും, അതായത് പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെ കിട്ടിയൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നത്. അതായത് പദ്ധതി ഓണാവാൻ എന്നൊരു ഘട്ടം വന്നപ്പോൾ പെട്ടെന്ന് വീണ്ടും കുറേ പുതിയ ഐഡിയാസ് കയറി വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വന്നു, ആര് കൊണ്ടുവന്നു എന്നൊന്നും അറിയത്തില്ല. തീർത്തും മണ്ടൻ ആശയമെന്നേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് എതിരെ പറയുന്നവർ പറയും, തുടക്കത്തിൽ ഇത് മറ്റൊരു രീതിയിലല്ലേ കൊണ്ടുവന്നത്, അതായത് ഉപരിതലത്തിലൂടെയുള്ള ഒരു പ്രോജക്റ്റാണ് ആദ്യം കൊണ്ടുവന്നതെങ്കിലും കൂടുതൽ ആൾക്കാരെ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യണം, സ്ഥലമേറ്റെടുപ്പിൻ്റെ പ്രശ്നം, ഇതെല്ലാം കാരണമാണ് അണ്ടർഗ്രൗണ്ടിലൂടെ ആക്കിയത്. ഈ അണ്ടർഗ്രൗണ്ടിലൂടെ ആക്കാനായിട്ട് ഒട്ടനവധി അനുമതികൾ എടുക്കണമായിരുന്നു. ആ മണ്ണിൻ്റെ ടെസ്റ്റ്, അതിൻ്റെ ആ ഒരു പാരിസ്ഥിതിക അനുമതി, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു. നമ്മൾ എല്ലാ കടമ്പകളും കഴിഞ്ഞു. ഇനി നമുക്ക് ആ പ്രൊജക്റ്റിലോട്ട് എത്തി നിൽക്കുന്നു. നമ്മളെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കെന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ലെവൽ എത്തി നിന്നപ്പോൾ ഏതോ ഒരു ബുദ്ധിമാനെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ഔട്ടർ റിംഗ് റോഡിനോട് ചേർന്ന് കൊണ്ട് മുന്നോട്ട് പോവാം എന്നൊരു ആശയമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ഈ പ്രോജക്റ്റ് അണ്ടർഗ്രൗണ്ട് എന്താവുമോ, അതോ ഇനി അടുത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നൊന്നും യാതൊരു വ്യക്തതയുമില്ലാത്ത ഒരു രീതിയിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ പറയുന്ന ഔട്ടർ റിംഗ് റോഡുമായിട്ടുള്ള സംഭവങ്ങൾ വരണമെങ്കിൽ ആദ്യം ഔട്ടർ റിംഗ് റോഡ് പൂർത്തിയാവണം. അത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഈ പറയുന്ന പാത ആ ഔട്ടർ റിംഗ് റോഡിനോട് കൂടി ചേർന്നുകൊണ്ട് വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോഴും ഈ പറയുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അതായത് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട കുറേയേറെ പ്രശ്നങ്ങൾ അപ്പോൾ ഉരുത്തിരിയും. അപ്പോൾ വീണ്ടും അത് നീണ്ടുപോകും. അപ്പോൾ ഇതെല്ലാം ബാധിക്കാൻ പോകുന്നത് നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയാണ്. വിഴിഞ്ഞം പദ്ധതിയിൽ ഇപ്പോൾ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഷിപ്മെന്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ബൾക്കായിട്ടുള്ള രീതിയിലാവണമെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ സംഭവിക്കണം. ഒന്ന്, അങ്ങോട്ടേക്കുള്ള റോഡ് കണക്ടിവിറ്റി, എന്നാൽ മാത്രമേ നമുക്ക് ട്രെയിലർ മൂവ്മെന്റ്സ് നടക്കുകയുള്ളൂ. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നർ മൂവ്മെന്റ് ബൈ റെയിൽവേ. ഈ റെയിൽവേയിലൂടെ കണ്ടെയ്നർ മൂവ്മെന്റ് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കൊരു ബൾക്കായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ ലാൻഡ് വഴി നടക്കുകയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇപ്പം നിങ്ങളിപ്പോൾ തൂത്തുക്കുടി ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ സേലം ഭാഗത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഗുഡ്സ് മൂവ്മെന്റ് അടക്കും. അതെല്ലാം ഈ പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ മുംബൈ പോർട്ടിലെടുത്ത് ആ ഒരു ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ മുംബൈ റൂട്ടിലൊക്കെ സഞ്ചരിച്ചിട്ടൊക്കെ അറിയാം, ഒത്തിരി കണ്ടെയ്നേഴ്സ് മൂവ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ആ ഒരു ലെവലിലുള്ള ഒരു കണ്ടെയ്നർ മൂവ്മെന്റ് നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ ഇതെല്ലാം കടമ്പകളും കടന്ന് നമ്മൾ ഡിസൈഡ് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ.
ഇപ്പോൾ കൊങ്കനും അതുപോലെ തന്നെ ധൻബാദ് ബേസ്ഡായിട്ടുള്ള മൈനിങ് ഏജൻസി എല്ലാം ഇതിനെപ്പറ്റി പഠനം നടത്തിയതാണ്, നല്ല പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകിയതുമാണ്. ഇതിനെല്ലാം ശേഷമാണ് അവസാന നിമിഷം നമുക്ക് തിരുവനന്തപുരത്തിന് പല പ്രൊജക്റ്റുകളും നഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഇതും നഷ്ടപ്പെടലിൻ്റെ വക്കിലെത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു വാർത്ത കണ്ടു, ഏത് പത്രമാണെന്നൊന്നും പറയത്തില്ല. 2029 നമ്മുടെ ഈ പറയുന്ന റെയിൽപാത യാഥാർത്ഥ്യമോ, അത് ഭൂഗർഭപാതയാണോ, അതിന് മുകളിൽ കൂടെ ഉള്ള ഉപരിതല പാതയാണോ, ഒന്നും പറഞ്ഞിട്ടില്ല. ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും മറ്റു പല കാര്യങ്ങളുമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എന്താണ് കാര്യമെന്ന് യാതൊരു പിടിയുമില്ല. പിന്നെ പത്രങ്ങളെല്ലാം ഇപ്പോൾ പത്രധർമ്മമൊക്കെ ഉപേക്ഷിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച ജെഎൻയു യൂണിവേഴ്സിറ്റിയുടെ പരസ്യം ഉണ്ടായിരുന്നല്ലോ, അതേപോലുള്ള വാർത്തകളൊക്കെ ഇനി നൽകി തുടങ്ങിയോ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെയാണ് അവരുടെ ഒരു സൈഡിലുള്ള കാര്യങ്ങൾ അങ്ങനെ പോകുന്നത്. ഗവൺമെൻറ് മറ്റൊരു രീതിയിൽ വേറൊരു തലത്തിലേക്ക് പോകുന്നുണ്ട്. സാധാരണക്കാർ മറ്റേ തൃശങ്കൂൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ പ്രൊജക്റ്റുകളെല്ലാം ഇങ്ങനെ തന്നെയാണ്. നല്ല രീതിയിലുള്ള ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ ട്രിവാൻഡ്രം മെട്രോ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാക്കി വെച്ചു. അത് പിന്നീട് ഒരു മണ്ടൻ അലൈൻമെൻറ്റായിട്ട് രണ്ടാമത് വന്നു. അത് ചിലർക്ക് നല്ലതായിരിക്കാം, ഞങ്ങളുടെ അഭിപ്രായം കേട്ടോ പറയുന്നത് ഒരു മണ്ടൻ അലൈൻമെൻ്റ് ആണെന്ന്. നമ്മുടെ മാത്രമാണ്, സ്ട്രിക്ട്ലി നമ്മുടെ മാത്രമാണ്. പക്ഷേ ആദ്യത്തെ അലൈൻമെൻറ്റ് നല്ലതായിരുന്നു, അവസാന നിമിഷം മാറ്റി വീണ്ടും പഠനം തുടങ്ങി. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇത്രത്തോളം കാശ് സ്പെൻഡ് ചെയ്തിട്ടല്ലേ ഓരോ പഠനങ്ങളും നടത്തുന്നത്? അല്ല, ഇവർ എന്താണ് ഉദ്ദേശം നമുക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയമായും മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രേണസ്രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.